ദശകം 95 ധ്യാനയോഗം. ആദൗ ഹൈരണ്യഗർഭീം തനുമവികല ജീവാത്മികാമാസ്തിതസ്ത്വം ജീവത്വം പ്രാപ്യമായ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനെ തത്രോദ്രുദ്വേന സത്വേന ദുഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുപഹിതോ വർത്തിതാഹേ ത്വമേവ. ആദൗ ഹൈരണ്യഗർഭീം തനും അവികലജീവാത്മികാം ആസ്ഥിതഃ ത്വം ജീവത്വം പ്രാപ്യ മായാഗുണഗണഖചിതഃ വർത്തസേ വിശ്വയോനെ തത്ര ഉദ്ധൃതേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനഃ അനുപഹിതഃ വർത്തിതാഹേ ത്വമേവ. ആദൗ ആദ്യകാലത്ത്, ലോകാരംഭകാലത്ത് ഹൈരണ്യഗർഭീം തനും, ആ ഹിരണ്യഗർഭൻ്റെ ശരീരം എടുത്തുകൊണ്ട്, എങ്ങനെയുള്ള ഹിരണ്യഗർഭൻ? അവികല ജീവാത്മികാം ആസ്ഥിതഃ ത്വം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ജീവജാലങ്ങളുടെയും സങ്കലനമായ രൂപമായി സങ്കല്പിക്കപ്പെടുന്നതായ ഹിരണ്യഗർഭൻ്റെ രൂപം അങ്ങ് ധരിച്ചു. എന്നിട്ട് ജീവത്വം പ്രാപ്യ മായാഗുണഗണഖചിതഃ, ആ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ആ ഹിരണ്യഗർഭൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ജീവത്വം പ്രാപ്യ, ജീവൻ്റെ രൂപത്തെ അല്ലെങ്കിൽ ജീവൻ്റെ അവസ്ഥയെ പ്രാപിച്ചിട്ട് മായാഗുണഗണഖചിതഃ, മായ കൊണ്ടും ഗുണങ്ങളെ കൊണ്ടുമൊക്കെ ചേർന്നവനായിട്ട് വർത്തസേ, അപ്രകാരം സ്ഥിതി ചെയ്യുന്നു. തത്ര ഉദ്ധൃദ്വേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ, തത്ര ഉദ്ധൃദ്വേന സത്വേന. അപ്പോൾ ഈ ഹിരണ്യഗർഭൻ മായയോടും 3 ഗുണങ്ങളോടും ചേർന്നിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉദ്ധൃത്വേന സത്വേന, ഈ സത്വഗുണം അധികരിച്ചുകൊണ്ട് മറ്റ് 2 ഗുണങ്ങളെ, ഗുണയുഗളം, മറ്റ് 2 ഗുണങ്ങളാകുന്ന രജോ ഗുണവും തമോ ഗുണവും, അത് രണ്ടിനെയും ഭക്തിഭാവത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഹിച്ഛിത്വ, അത് രണ്ടിനെയും ഇല്ലായ്മ ചെയ്യുന്നു. സത്വഗുണം ഭക്തിഭാവത്തെ അവലംബിച്ചുകൊണ്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഇല്ലായ്മ ചെയ്യുന്നു. എന്നിട്ട് സത്വം ച ഹിത്വാ, ആ ഭക്തി തന്നെ ഈ സത്വഗുണത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് പുനഃ അനുപഹിതഃ വർത്തിതാഹേ ത്വമേവ, പിന്നീട് അനുപഹിതഃ, യാതൊരു ഉപാധികളും ഇല്ലാത്തവനായിട്ട് അവസാനം ഞാൻ അങ്ങ് തന്നെയായി സ്ഥിതി ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അങ്ങയോട് തന്മയീഭാവം പ്രാപിക്കും. ഭഗവാന്റെ വിരാട് സ്വരൂപം അല്ലെങ്കിൽ ഹിരണ്യഗർഭ സ്വരൂപത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ലോകാരംഭ കാലത്ത് ഭഗവാൻ തന്നെ ഇങ്ങനെ ഹിരണ്യഗർഭൻ്റെ രൂപത്തിലായിട്ട് സത്യലോകത്തിൽ ഇരുന്നു കൊണ്ട് ജീവൻ്റെ അവസ്ഥയെ പ്രാപിച്ച് മായയുടെ ഗുണങ്ങളാകുന്ന സത്വ രജസ് തമോ ഗുണങ്ങളെയും ചേർത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ആ 3 ഗുണങ്ങളിൽ ഭക്തിഭാവം കൊണ്ട് സത്വഗുണത്തെ നിർത്തി ബാക്കി 2നെയും ഇല്ലായ്മ ചെയ്തിട്ട് പിന്നീട് ആ ഭക്തി ഒന്നുകൊണ്ട് തന്നെ സത്വത്തെയും ഇല്ലായ്മ ചെയ്തതിന് ശേഷം യാതൊരു ഉപാധികളെയും ആശ്രയിക്കാതെ ഞാൻ ഭഗവന്മയീ രൂപത്തെ അല്ലെങ്കിൽ ഭഗവന്മയീ ഭാവത്തെ ഞാൻ പ്രാപിച്ചുകൊള്ളാം എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ മായയും ത്രിഗുണങ്ങളുമാണ് സൂചിത വിഷയങ്ങൾ. ഈ മായ തന്നെയാണ് നമ്മളെ എല്ലാവരെയും അതിൻ്റെ
വിക്ഷേപവും ആവരണവുമായ രണ്ട് രൂപങ്ങളെ കൊണ്ട് ഭ്രമിപ്പിക്കുന്നത്. അതിനോടുകൂടി ഈ ത്രിഗുണങ്ങളാകുന്ന സത്വ രജസ് തമോ ഗുണങ്ങൾ കൂടി ചേർന്ന് ആണ് ജീവാത്മാക്കൾ എല്ലാ ജീവജാലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇപ്രകാരം ത്രിഗുണ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ജീവാത്മാക്കളിൽ ഏതൊരു മനുഷ്യനാണോ സത്വഗുണം അധികരിച്ചുകൊണ്ട് ഭക്തിഭാവത്തിലേക്ക് എത്തുന്നത്, അവർ ആ ഭക്തിഭാവത്തെ അവലംബിച്ചുകൊണ്ട് സാത്വിക ഗുണം കൊണ്ട് തന്നെ മറ്റ് രണ്ട് ഗുണങ്ങളാകുന്ന രജോ ഗുണവും തമോ ഗുണവും കുറച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അധികരിച്ചിരിക്കുന്ന ഈ ഭക്തിഭാവം ആ സത്വ ഗുണത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് പിന്നീട് ഗുണങ്ങൾക്കെല്ലാം അതീതനായ പരമാത്മസ്വരൂപവുമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെയും ഉപാസനകളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യവും ഈ ത്രിഗുണങ്ങൾക്കും അതീതമായ തുരീയാവസ്ഥയിലേക്ക് എത്തുന്നതിന് ആവശ്യമായ മോക്ഷപദത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ജോലിയെക്കുറിച്ച് തന്നെയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മേൽപ്പത്തൂർ പറഞ്ഞു തരുന്നത്. ആദൗ ഹൈരണ്യഗർഭീം തനുമവികല ജീവാത്മികാമാസ്ഥിതസ്ത്വം ജീവത്വം പ്രാപ്യമായ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനെ തത്രോ ധൃദ്വേന സത്വേന ദുഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ചഹിത്വാ പുനരനുപഹിതോ വർത്തിതാഹേത്വമേവ സത്വോന്മേഷാത് കഥാചിത് ഖലു വിഷയരസേ ദോഷബോധേ വിഭൂമൻ ഭൂയോപ്യേഷു പ്രവൃത്തി സതമസി രജസി പ്രോദ്ധതേ ദുർനിവാര ചിത്തം താവത് ഗുണാശ്ച ഗൃദിതമിഹമിതസ്ഥാനി സർവാണി രോദ്ധും തുര്യേ ത്വയേകഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീ ന്യഗാധീത്. സത്വ ഉന്മേഷാത് കഥാചിത് ഖലു വിഷയരസേ ദോഷബോധേ അപി ഭൂമൻ ഭൂയഃ അപി യേഷു പ്രവൃത്തിഃ സ തമസി രജസി പ്രോദ്ധതേ ദുർനിവാര. ചിത്തം താവത് ഗുണാഃ ച ഗൃദിതം ഇഹ മിതഃ താനി സർവാണി രോദ്ധും തുര്യേ ത്വയി ഏകഭക്തിഃ ശരണം ഇതി ഭവാൻ ഹംസരൂപീ ന്യഗാധീത്. സത്വ ഉന്മേഷാത് കഥാചിത്, ചിലപ്പോൾ സത്വ ഉന്മേഷ സാത്വിക ഗുണം വർദ്ധിച്ചാൽ ഖലു വിഷയരസേ ദോഷബോധേ അഭിഭൂമൻ, ഈ വിഷയസുഖങ്ങളിലൊക്കെ ഒരു ദോഷബുദ്ധി ജനിക്കുക സ്വാഭാവികമാണ്. ഭൂയ അപി യേഷു പ്രവൃത്തി സ തമസി രജസി പ്രോദ്ധതേ ദുർനിവാര. ഭൂയ വീണ്ടും യേഷു ഈ വിഷയസുഖം പ്രവർത്തിച്ചാൽ സ തമസി രജസി തമോ ഗുണവും രജോ ഗുണവും ചേർന്നുകൊണ്ട് വിഷയസുഖത്തോട് താല്പര്യം ജനിപ്പിക്കുവാൻ ശ്രമിച്ചാൽ അത് പ്രോദ്ധതേ ദുർനിവാര, അതിനെ നിവാരണം ചെയ്യാൻ അല്ലെങ്കിൽ തടുക്കാൻ ആവാത്ത വിധം ആയിത്തീരുന്നു. ആ വിഷയസുഖങ്ങൾ അനുഭവിക്കുവാൻ ആ ജീവാത്മാവ് നിർബന്ധിതനാകുന്നു. ചിത്തം താവത് ഗുണാശ്ച ഗ്രഥിതമിഹമിതസ്ഥാനി സർവാണി രോദ്ധും, അങ്ങനെ ചിത്തം ആ മനസ്സും ഗുണാശ്ച ത്രിഗുണങ്ങളും ഇങ്ങനെ ഗ്രഥിതമിഹ മിതഃ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കണം. മനസ്സും ത്രിഗുണങ്ങളും അത് താനി സർവാണി രോദ്ധും തുര്യേ ത്വയി ഏകഭക്തി, ഇതിനെ എല്ലാത്തിനെയും പൂർണ്ണമായും നിരോധിക്കുവാൻ ഒഴിവാക്കാനായിട്ട് തുര്യേ ത്വയി ഏകഭക്തി, ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് ആ തുര്യാവസ്ഥയിൽ എത്തിയാലേ സാധിക്കൂ എന്ന് ഇത് ഭവാൻ ഹംസരൂപീ ന്യഗാധീത്. പ്രകാരം
ഹംസാവതാരം എടുത്തുകൊണ്ട് പണ്ട് അങ്ങ് സനകാദി മഹർഷിമാർക്ക് ഉപദേശം ചെയ്തില്ലേ? അപ്പോൾ സാത്വിക ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷയഭോഗങ്ങളിലൊക്കെ ദോഷമുണ്ടെന്നൊരു പക്ഷേ മനസ്സിലായേക്കാം. എന്നാൽ വീണ്ടും ഈ സാത്വിക ഗുണത്തോട് കൂടിയിരിക്കുന്ന മനസ്സ് തമ രജോ ഗുണത്തോട് ചേർന്നാൽ, അല്ലെങ്കിൽ ആ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചാൽ വീണ്ടും ഈ വിഷയസുഖങ്ങളിൽ ആഗ്രഹം ജനിച്ചേക്കാം. ആഗ്രഹം ജനിക്കുന്നത് മാത്രമല്ല, അത് തടുക്കാൻ സാധിക്കാതെയും നിരോധിക്കാൻ സാധിക്കാതെയും വന്നേക്കാം. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ഈ മനസ്സിനും 3 ഗുണങ്ങൾക്ക് തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വ്യക്തമാകുന്നത്. മനസ്സിന് സത്വരജസ് തമോ ഗുണങ്ങളോട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ഈ ഗുണങ്ങളാവട്ടെ അത് മനസ്സിനെയോട്ട് വിടുകയുമില്ല. അങ്ങനെ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് അതീതനായി തുരീയാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് അതീതമായിരിക്കുന്ന ആ തുര്യാവസ്ഥയിലുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് ഹംസാവതാരം എടുത്തുകൊണ്ട് ഭഗവാൻ സനകാദികൾക്ക് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഈ ത്രിഗുണങ്ങൾക്ക് അതീതമായി മനസ്സിനെ ഉയർത്തുവാൻ എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ് തുരീയാവസ്ഥയിൽ എത്തിക്കൊണ്ട് ആ ഭക്തിയുടെ പൂർണ്ണ അർത്ഥത്തിൽ ഭഗവന്മയി ഭാവത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഉപദേശം ആണ് ഈ ഹംസ അവതാരം എടുത്തുകൊണ്ട് ഭഗവാൻ സനകാദികൾക്ക് ഉപദേശിച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവത് ഉദ്ധവ സംവാദത്തിൽ ഭാഗവതം 11-ാമത്തെ സ്കന്ധത്തിൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഭഗവാനെ ആളുകൾ അറിഞ്ഞുകൊണ്ട് ചീത്ത കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നത്? അപ്പോൾ അതിന് ഭഗവാൻ നൽകുന്ന മറുപടി, ഞാൻ പണ്ട് ഹംസാവതാരം എടുത്തുകൊണ്ട് സനകാദികൾക്കായിട്ട് ഈ ഉപദേശം നൽകിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്, ആ ത്രിഗുണങ്ങൾക്കും അതീതനായി ഭക്തിയിൽ ലയിക്കുന്ന ഒരാൾക്ക് എന്നിൽ തന്മയീഭാവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ഞാൻ അവിടെ വെച്ച് പറഞ്ഞ കാര്യം നിന്നോട് പറയുന്നു ഉദ്ധവ എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ധവ ഗീതയിൽ ഭഗവാൻ ഉപദേശം നൽകുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഏതൊരു ഭക്തനും അനുഷ്ഠിക്കേണ്ടതായ കർമ്മം എന്ത് എന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളിലുള്ള ഈ ത്രിഗുണങ്ങളിൽ വെച്ച് രാജസ താമസ ഗുണങ്ങളെ വിജയിക്കാനായിട്ട് സത്വഗുണത്തിന് സാധിക്കുന്നതായ ഒരു ശീലം വളർത്തിയെടുക്കണമെന്നാണ്. നമുക്കറിയാം, ഈ 3 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേർച്ചയുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസമനുസരിച്ചിട്ട് നമ്മളുടെ സ്വഭാവവും വ്യത്യാസപ്പെടും. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, കുറച്ച് സവാളയും കടലപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് കുഴച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന ഒരു വിഭവം സങ്കല്പിക്കുക. അപ്പോൾ ഇതിൽ 4-5 ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൽ ഒന്നിൽ ഉപ്പ് അധികമായി, ബാക്കിയെല്ലാം കുറവായി. അത് കഴിക്കാൻ സാധിക്കുന്നതാണോ? അല്ല. ഇനി വേണ്ട, എരിവാണ് കൂടുതൽ, ബാക്കി ഉപ്പും കുറവാണ്, അതിൽ കടലമാവും കുറവാണെങ്കിലോ അപ്പോഴും ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. ഇനി 3-ാമത്തെ അവസ്ഥയിൽ കടലമാവാണ് കൂടുതൽ, ഉപ്പുമില്ല മുളകുമില്ല എന്ന് തോന്നാലോ അപ്പോഴും കഴിക്കാൻ വിഷമം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളതായി ഭവിക്കുന്നത്. ഇവിടെ ഭഗവന്മയി ഭാവം പ്രാപിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം,
അതാണ് സത്വഗുണം അധികരിച്ചും രജസ്തമോ ഗുണങ്ങൾ വളരെ മിതമായും ഇരിക്കേണ്ടത്. അങ്ങനെയുള്ള ആ ഭക്തനെ സാത്വിക ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് രജസ്തമോ ഗുണങ്ങളെ ഇല്ലായ്മ തന്നെ ചെയ്യാനായിട്ട് ഉള്ള കഴിവ് ലഭിക്കുന്നു. അത് കഴിഞ്ഞ് ഏതൊരു ഭക്തിയെ ആശ്രയിച്ചുകൊണ്ടാണോ ഈ സാത്വിക ഗുണം നിലനിർത്തിക്കൊണ്ട് മറ്റു ഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്, അവസാനം സ്വയം സത്വഗുണത്തെ തന്നെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ നിർഗുണാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ആ ഭക്തൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്കും അതീതമായിരിക്കുന്ന തുര്യാവസ്ഥയെ പ്രാപിക്കുവാനായിട്ട് പ്രാപ്തനാകുന്നു എന്ന് പറയും. ഈ ഒരു ഉപദേശമാണ് മേൽപ്പത്തൂർ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ തരുന്നത്. സത്വോന്മേഷാത് കഥാചിത് ഖലു വിഷയരസേ ദോഷബോധേ വിഭൂമൻ ഭൂയോപ്യേഷു പ്രവൃത്തി സതമസി രജസി പ്രോദ്ധതേ ദുർനിവാര ചിത്തം താവത് ഗുണാശ്ച ഗൃതിതമിഹമിതസ്താനി സർവാണി രോദ്ധും തുര്യേ ത്വയേകഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീനഗാദീത് സന്ധിശ്രേയാംസി ഭൂയാംസ്യഭിരുചിഭിതയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയ കൃഷ്ണതേഭ്യോ ഭവേയു ത്വം ചാജഖ്യാതസഖ്യേനനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വദ്ഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മത കേന വാ സ്യാത്. സന്ധി ശ്രേയാംസി ഭൂയാംസി അപി രുചിഭിതയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാഃ ച സാന്താഃ ബഹുവിധഗതയഃ കൃഷ്ണ തേഭ്യഃ ഭവേയുഃ ത്വം ച ആജഖ്യ അഥ സഖ്യേ നനു മഹിതതമാം ശ്രേയസാം ഭക്തിം ഏകാം ത്വദ്ഭക്തി ആനന്ദതുല്യഃ ഖലു വിഷയജുഷാം സമ്മതഃ കേന വാ സ്യാത്. സന്ധി ശ്രേയാംസി ഭൂയാംസ്യഭിരുചിഭിതയാ കർമ്മിണാം നിർമ്മിതാനി. സന്ധി ഉണ്ട്, എന്താ ഉള്ളത്? ശ്രേയാംസി ഭൂയാംസ്യഭി, പല മാർഗങ്ങൾ, ശ്രേയസ്സിനുള്ള പല മാർഗങ്ങളും രുചിഭിതയ, ഓരോരുത്തരുടെയും രുചിഭേദങ്ങൾക്കനുസരിച്ചിട്ട് കർമ്മിണാം, കർമ്മങ്ങളെ നിർമ്മിതാനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കർമ്മയോഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും പല മാർഗങ്ങളിലുള്ള ശ്രേയസ്സിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാലോ അവയ്ക്കെല്ലാം ഉള്ള ഒരു പോരായ്മ എന്താണ് എന്ന് ചോദിച്ചാൽ, ക്ഷുദ്രാനന്ദാഃ ച സാന്താ ബഹുവിധഗതയഃ കൃഷ്ണ തേഭ്യഃ ഭവേയു. ക്ഷുദ്രാനന്ദാഃ, വളരെ ചെറിയ ഒരു രസം മാത്രമേ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നുള്ളൂ. ആ അല്പം മാത്രം ആനന്ദം ഉള്ളവയും സാന്താഃ, നശിക്കുന്നവയും ആയ ബഹുവിധഗതയഃ, പലവിധ ഗതികളാണ് അവർക്ക് ഭവേയുഹു ഉണ്ടാവുക. ത്വം ച ആജഖ്യാത സഖ്യേ, ത്വം ച അങ്ങും, ഗുരുവായൂരപ്പ പണ്ട് അങ്ങും ആജഖ്യാത പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? സഖ്യേ, അങ്ങയുടെ സഖാവായിരുന്ന ഉദ്ധവർക്കായിക്കൊണ്ട് അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? എന്ത്? നനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം, ശ്രേയോമാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ഭക്തി ഒന്ന് മാത്രമാണ് എന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ത്വദ്ഭക്ത്യാനന്ദതുല്യഃ ഖലു വിഷയജുഷാം സമ്മത കേന വാ സ്യാത്. അങ്ങയുടെ ഭക്തിയാകുന്ന ആനന്ദത്തിന് തുല്യമായിട്ട് ഈ കേവലം ഭൗതികരായിരിക്കുന്ന ആളുകൾക്ക് അതിനോട് സമാനമായി മറ്റെന്ത് സന്തോഷമാണ് ഉണ്ടാകാൻ സാധിക്കുക? അപ്പോൾ കർമ്മയോഗത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നേറുന്ന ആളുകൾക്ക് അവരുടെ രുചിഭേദങ്ങൾക്ക് അനുസരിച്ചുള്ള പല രീതിയിലുള്ള ശ്രേയോമാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ ആ മാർഗത്തിലൂടെ കിട്ടുന്ന ആനന്ദം വളരെ തുച്ഛവും
അവസാനമുള്ളതുമാണ്, പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതുമാണ്. അങ്ങനെയിരിക്കെ അങ്ങ് പണ്ട് ഉദ്ധവരാകുന്ന ആ ഭൃത്യനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്ത, ഉപദേശിച്ചു കൊടുത്ത ഭക്തിയുടെ മാഹാത്മ്യത്തെ പറയുമ്പോൾ ഈ ഭക്തി അല്ലാതെ മറ്റൊരു മാർഗത്തിലും ഇങ്ങനെ ശ്രേഷ്ഠമായ ഒരു പദത്തെ എത്തിച്ചേരാൻ സാധ്യമല്ല എന്നങ്ങ് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ആ ശ്രേഷ്ഠമാർഗമായിരിക്കുന്ന ഭക്തിയിലൂടെ മുന്നേറുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ആനന്ദം അത് കേവലം ലൗകികന്മാരായിരുന്നാൽ പോലും ഭഗവത് ഭക്തിയിലൂടെ മുന്നേറുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മഹത്തായ ആനന്ദം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് തുല്യമായി മറ്റൊരു ആനന്ദവും ഇല്ല തന്നെ എന്ന് അങ്ങ് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ലേ. ഇവിടെ കർമ്മമാർഗത്തെക്കുറിച്ചും ഭക്തിമാർഗത്തെക്കുറിച്ചുമാണ് മേൽപ്പത്തൂർ സൂചിപ്പിക്കുന്നത്. കർമ്മമാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം കാലം നിഷ്കാമ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാലേ മനസ്സിന് ശുദ്ധി വരികയുള്ളൂ. അത് നേരത്തെ തന്നെ മേൽപ്പത്തൂർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യഥൗപനിഷദ ജ്ഞാനോപലേഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അവിടെയും ആ ഭഗവാനിൽ സമർപ്പിതമായിരിക്കുന്ന ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ആ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ കർമ്മമാർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തിമാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭക്തിമാർഗമാവട്ടെ ഇതിന് പ്രത്യേകമായ ഒരു വിശേഷം കൂടിയുള്ളത്. ഇത് കേവലം ലൗകികന്മാരായിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഭഗവത് കഥകളെ സ്മരിക്കുക നിമിത്തം ചിത്തശുദ്ധി ഉണ്ടായിട്ട് അവർക്കും കൂടി ഈ ഭക്തിമാർഗത്തിലൂടെ വളരെ പെട്ടെന്ന് ഉത്തമമായ ഫലത്തെ നേടിയെടുക്കാൻ സാധിക്കും എന്നുകൂടി പറയുകയാണ് മേൽപ്പത്തൂർ ചെയ്തത്. ഈ ഭക്തി ഉണ്ടാകാൻ യാതൊരു പരിശ്രമവും ചെയ്യേണ്ടതില്ല എന്നും മറ്റൊരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറഞ്ഞു വച്ചിരുന്നു. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീമക്ലേശതസ്തന്വതി സദ്യ സിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ഭക്തി ഉണ്ടാവാനായിട്ട് ഭഗവത് കഥകളെ നിരന്തരം അനുസ്മരിച്ചാൽ മാത്രം മതി, യാതൊരു കഷ്ടതകളും അനുഭവിക്കേണ്ടതില്ല എന്നാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മമാർഗവും ഭക്തിമാർഗവും തമ്മിൽ ഉള്ള ഒരു തുലനമാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഭക്തിമാർഗത്തിലൂടെ പോകുന്ന സാധാരണ ജനങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് ലക്ഷ്യം കാണാനായിട്ട് സാധിക്കും എന്നുകൂടി മേൽപ്പത്തൂർ പറഞ്ഞു വയ്ക്കുന്നു ഈ ശ്ലോകത്തിൽ. സന്ധിശ്രേയാംസി ഭൂയാംശഭിരുചിവിതയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയ കൃഷ്ണ തേഭ്യോപവേയു ത്വം ചാചഖ്യാതസഖ്യേനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വദ്ഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മത കേന വാ സ്യാത്. ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേ സുഖമിഹ ചരതോ വിച്യുതാശസ്യ ചാശാ സർവാസ്യു സൗഖ്യമയ്യ സലിലകുഹരഗസ്യേവതോ യൈകമയ്യ സോയം ഖല്ലു ഇന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധി സഹൃദ്യാ നാഗാംശത്തെ ദദാസ്താം സ്വയമനുപതിതേ മോക്ഷസൗഖ്യേപ്യനീഹ. ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേഃ സുഖമിഹ ചരതഃ വിച്യുതാശസ്യ ചാശാഃ വിച്യുത ആശസ്യ ച ആശാഃ സർവാഃ സ്യുഃ സൗഖ്യമയ്യഃ സലിലകുഹരഗസ്യ ഇവ തോയ ഏകമയ്യ. സഹ അയം ഖലു ഇന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീഃ ച ഹൃദ്യാ
ന ആകാംക്ഷതി ഏതദാസ്താം സ്വയം അനുപതിതേ മോക്ഷസൗഖ്യേ അപി അനീഹ. ത്വദ്ഭക്ത്യ അങ്ങനെയുള്ള ഭക്തി കൊണ്ട് തുഷ്ടബുദ്ധേ വളരെ സന്തുഷ്ട മനസ്സായിട്ട് നടക്കുന്ന ഒരാൾ, സുഖമിഹ ചരത സുഖത്തോടുകൂടി സഞ്ചരിക്കുന്നയാൾ, വിച്യുത ആശസ്യ ച ആശാഹ സർവാഹ അയാൾക്ക് എല്ലാ ആശയും ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ മറ്റുള്ള ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, ആശാഹ സർവാഹ സ്യു സൗഖ്യമായി അയാൾ ഏത് ദിക്കിൽ പോയാലും അയാൾക്ക് സുഖം തന്നെയാണ്. അതായത് ഭഗവാനിൽ മനസ്സ് അർപ്പിച്ച ഒരു ഭക്തൻ അയാളെ എല്ലായിടത്തും വളരെ സന്തോഷത്തോടുകൂടി നടക്കുന്നു. അയാൾ ഏത് ദിക്കിൽ പോയാലും സുഖം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി സലില കുഹരകസ്യ ഇവ തോയൈകമയ്യ, ഒരു സലില കുഹരം, ഒരു വെള്ളക്കുണ്ടിൽ കിടക്കുന്ന ഒരാൾക്ക് തോയൈകമയ്യ ഇവ അയാൾ കാണുന്നതൊക്കെ ജലമയം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ഏതൊരു അവസ്ഥയിലായിരുന്നാലും ആ ഭക്തൻ അതിലെല്ലാം ഈശ്വരഭാവത്തെ ദർശിക്കുന്നവനായിരിക്കും എന്നർത്ഥം. സഹ അയം അയാൾ പിന്നെ ഖലു ഇന്ദ്രലോകം, ആ ഭക്തന് ഭഗവാൻ ഇന്ദ്രൻ്റെ സിംഹാസനം നൽകിയാലും, കമലജഭവനം ആ ബ്രഹ്മദേവൻ്റെ അവസ്ഥയെ പ്രദാനം ചെയ്താലും, യോഗസിദ്ധീശ്ച ഹൃദ്യ യോഗസിദ്ധികളുടെ ഏറ്റവും ഉത്തമമായ ഗുണങ്ങളെ ഒക്കെ പ്രദാനം ചെയ്താൽ പോലും ന ആകാംക്ഷതി അയാൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏതദാസ്താം അതെല്ലാം അവിടെ നിൽക്കട്ടെ, സ്വയം അനുപതിതേ ഇദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് സ്വയമായി വന്നു ചേരുന്നതായ മോക്ഷസൗഖ്യേ അപി അനീഹ അയാൾക്ക് മോക്ഷാവസ്ഥയെ പോലും ആഗ്രഹമില്ലാത്തവനായി ഭവിക്കുന്നു ആ ഭക്തന്. ഇവിടെ ഒരു ഉത്തമനായ ഭഗവത് ഭക്തനെയാണ് മേൽപ്പത്തൂർ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ആ ഭക്തൻ തൻ്റെ മനസ്സ് നിറയെ ഭഗവാനെ നിറച്ചുകൊണ്ട് ഏത് ദിക്കിൽ നടന്നാലും അവിടെയൊക്കെ അദ്ദേഹത്തിന് ശ്രേഷ്ഠമായ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുന്നു. അതിനൊരു ഉദാഹരണം പറയുന്നതാണ് ഈ വെള്ളക്കുണ്ടിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എവിടെ നോക്കിയാലും അത് പൂർണ്ണമായും ജലമയമാണ്, മറ്റൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഈ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എവിടെ നോക്കിയാലും കാണുന്നത് ഭഗവാനെ തന്നെയാണ്. എങ്ങനെയാണോ പ്രഹ്ലാദൻ എവിടെയാണ് ഭഗവാൻ ചോദിക്കുമ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ ഭക്തൻ എത്തും. ഇനി ഈ ഭക്തനെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചാലോ, അയാൾക്ക് ചില ഉപഹാരങ്ങളൊക്കെ നൽകിയാൽ, എന്തൊക്കെയാണ് ഉപഹാരങ്ങൾ? സ്വയം ഖലു ഇന്ദ്രലോകം, വേണമെങ്കിൽ ഇന്ദ്രൻ്റെ ലോകത്തെ തന്നെ തരാം, അല്ലെങ്കിൽ സത്യലോകം ബ്രഹ്മദേവൻ്റെ ലോകത്തെ തരാം, ഇനി അത് വേണമെങ്കിൽ യോഗസിദ്ധികളെല്ലാം തരാം എന്നൊക്കെ പറഞ്ഞാലും ന ആകാംക്ഷതി അയാൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഇയാൾക്ക് ആ ഉത്തമ ഭക്തി കൊണ്ട് സാക്ഷാൽ മോക്ഷാവസ്ഥയെ തന്നെ കിട്ടും എന്ന് വന്നാൽ പോലും അയാൾക്ക് അതിനോടും ആഗ്രഹമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്നാണ്. ഏതൊരാൾക്കാണോ തൻ്റെ മനസ്സിനെ ജയിക്കാൻ, മനസ്സിലെ ആഗ്രഹങ്ങളെ ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്നുവോ അയാളാണ് ഈശ്വരൻ. ഗൗതമ ബുദ്ധൻ്റെ ഒരു പാഠം പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു വാക്ക് പറഞ്ഞിരുന്നത് ഓർക്കുന്നു. ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഓൾ സഫറിങ്സ്. എല്ലാ ദുഃഖങ്ങളുടെയും കാരണം
ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങളെ ഓരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരാൾക്കാണ് ആത്യന്തികമായ സുഖത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാം ഓരോരോ ആഗ്രഹങ്ങളെയും എടുത്ത് ഓരോന്നായിട്ട് ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ ഒരാഗ്രഹം പോലും ഈ ഈ 3 കാലങ്ങളിലും നിലനിൽക്കുന്നതായിട്ട് ഇല്ല എന്ന്. ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേ സുഖമ്യചരതോ വിച്യുതാശസ്യ ചാശാ സർവാസ്യു സൗഖ്യമയ്യ സലിലകുഹരഗസ്യേവതോ യൈകമയ്യ സോയം ഖല്ലിന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധിശ്ച ഹൃദ്യാ നാകാംക്ഷത്തെ തദാസ്താം സ്വയമനുപതിതേ മോക്ഷസൗഖ്യേപനീഹ ത്വദ്ഭക്തോ ബാധ്യമാനോപി ച വിഷയരസൈരിന്ദ്രിയാ ശാന്തിഹേതോ ഭക്ത്യൈവാക്രമ്യമാണൈ പുനരപി ഖലു ദൈർദുർബലൈർനാഭിജയ്യ സപ്താർച്ചിർദീപിതാർച്ചിർദഹതി കില യഥാ ഭൂരിദാരുപ്രപഞ്ചം ത്വദ്ഭക്ത്യോഘേ തദൈവ പ്രദഹതി ദുരിതം ദുർമദക്വേന്ദ്രിയാണം. ത്വദ്ഭക്തഃ ബാധ്യമാനഃ അപി ച വിഷയരസൈഃ ഇന്ദ്രിയ അശാന്തിഹേതോഃ ഭക്ത്യാ ഏവ ആക്രമ്യമാണൈഃ പുനഃ അപി ഖലു തൈഃ ദുർബലൈഃ ന അഭിജയ്യഃ സപ്താർച്ചിഃ ദീപിതാർച്ചിഃ ദഹതി കില യഥാ ഭൂരിദാരുപ്രപഞ്ചം ത്വദ്ഭക്ത്യോഘേ തഥാ ഏവ പ്രദഹതി ദുരിതം ദുർമതഃ ക്വ ഇന്ദ്രിയാണാം. ത്വദ്ഭക്തഃ ബാധ്യമാനഃ അപി ച വിഷയരസൈഃ ഇന്ദ്രിയ അശാന്തിഹേതോഃ. ത്വദ്ഭക്തഃ അങ്ങയിൽ മനസ്സുറപ്പിച്ച ഒരു ഭക്തൻ, അയാൾ ഇന്ദ്രിയ അശാന്തിഹേതോഃ ഭക്തിക്ക് യുക്തമായിരിക്കുന്ന ഇന്ദ്രിയ ജയം ഇല്ലാത്ത ഒരാളെ ബാധ്യമാനഃ അപി ച വിഷയരസൈഃ അയാളെ വിഷയരസങ്ങൾ ബാധിച്ചാൽ തന്നെയും ഭക്ത്യാ ഏവ ആക്രമ്യമാണൈഃ ആ വിഷയരസത്തെ അല്ലെങ്കിൽ വിഷയവാസനയെ ഈ ഉള്ളിലുള്ള ഭക്തി തന്നെ തിരിച്ചാക്രമിക്കും. അപ്പോൾ പുനഃ അഭി ഖലു തൈഃ ദുർബലൈഃ ന അഭിജയ്യഃ അങ്ങനെ ഈ ഭക്തിയാൽ ആക്രമിക്കപ്പെടുന്ന വിഷയവാസനകൾ ദുർബലമായി അവർക്ക് പിന്നീട് ഈ ഭക്തനെ ജയിക്കാൻ സാധിക്കാത്തതാകുന്നു. എങ്ങനെയെന്നാൽ ഒരു ഉദാഹരണം കൂടി പറയുന്നു. സപ്താർച്ചിഃ ദീപിതാർച്ചിഃ ദഹതി കില യഥാ ഭൂരിദാരുപ്രപഞ്ചം. എങ്ങനെയാണോ അഗ്നി സപ്താർച്ചിഃ ദീപിതാർച്ചിഃ സമൃദ്ധമായി കത്തുമ്പോൾ ദഹതി കില യഥാ ഭൂരിദാരുപ്രപഞ്ചം ഏത് പ്രകാരത്തിലാണോ ആ അഗ്നിയുടെ പിടിയിൽ അമരുന്ന വിറകിനെ മുഴുവനായിട്ട് ദഹിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ത്വദ്ഭക്ത്യോഘേ അങ്ങയിലുള്ള ആ ഭക്തി സമൂഹം തഥാ ഏവ പ്രദഹതി ദുരിതം ആ ഭക്തിയുടെ കൂട്ടം ആ ഭക്തൻ്റെ ദുരിതങ്ങളെ ഒക്കെ പ്രകർഷേണ ദഹിപ്പിക്കുന്നു. അങ്ങനെ ഈ ദുഃഖങ്ങളെല്ലാം ദഹിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളുടെ ദുർമതം അവശേഷിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങയിൽ മനസ്സുറപ്പിച്ച ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ഇന്ദ്രിയജയം കൈവരിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും അയാളെ വിഷയവാസനകൾ ആക്രമിക്കുമ്പോൾ പൂർണ്ണമായും ആ ഭക്തൻ വിഷയവാസനയ്ക്ക് അധീനനായി തീരുന്നില്ല. കാരണം ആ ഭക്തനിൽ ഉള്ള ഭക്തി തിരികെ ആ വിഷയവാസനകളെ ആക്രമിച്ച് ദുർബലമാക്കി കഴിയുമ്പോൾ ആ വിഷയവാസനകൾ വീണ്ടും ഈ ഭക്തനെ ആക്രമിക്കാനായിട്ട് ശക്തരാവുന്നില്ല, അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല. അതേത് പ്രകാരത്തിലാണ് എന്ന് ചോദിച്ചാൽ സമൃദ്ധമായി കത്തുന്ന അഗ്നിയിലേക്ക് വീഴുന്ന വിറക് എപ്രകാരമാണോ പൂർണ്ണമായും
കത്തിച്ചാമ്പലാകുന്നത് എന്ന് പറഞ്ഞതുപോലെ അങ്ങയിലുള്ള ഭക്തി ആ ഭക്തൻ്റെ എല്ലാ ദുഃഖങ്ങളെയും പൂർണ്ണമായും ദഹിപ്പിച്ച് കളയുമ്പോൾ എങ്ങനെയാണ് ആ ഭക്തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ദുർമതം അവശേഷിക്കുക, അല്ലെങ്കിൽ ദുരഹങ്കാരം അവശേഷിക്കുക എന്നാണ് ചോദിക്കുന്നത്. സർവവും ഭഗവാനിൽ സമർപ്പിക്കുന്ന ഒരു ഭക്തൻ, അത് സാധാരണഗതിയിൽ എന്തെങ്കിലും ഭൗതികങ്ങളായ കാര്യങ്ങൾ നടന്നു കിട്ടണം എന്ന് ഉദ്ദേശിച്ച് ഭഗവാനെ ഉപാസിക്കുന്ന ഭക്തിയല്ല. യഥാർത്ഥമായിട്ട് ഒരു ഭക്തനെ ഭഗവത് തത്വങ്ങളെക്കുറിച്ച് അറിയണം എന്ന ആഗ്രഹം തോന്നിക്കൊണ്ട് ഭഗവാനെ പൂർണ്ണമായും ശരണാഗതി അടയുമ്പോൾ പിന്നീട് ആ ഭക്തൻ്റെ കാര്യം ഭഗവാൻ നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത്. നമുക്ക് ഉദാഹരണമായിട്ട് അംബരീഷ രാജാവിൻ്റെ കഥ ഇവിടെ അനുസ്മരിക്കാം. ആ അംബരീഷ രാജാവ് തൻ്റേതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്ന സമയത്താണ് ദുർവാസാവ് മുനി വന്ന് അംബരീഷ രാജാവിനെ ശല്യപ്പെടുത്തുന്നത്. ആ അംബരീഷ രാജാവിനെ മുനിയുടെ ശല്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ തന്നെ അയച്ചു എന്നാണ് പറയുന്നത്. ആ മുനി കോപിഷ്ഠനായി ഒരു കൃത്യ എന്ന രാക്ഷസിയെ തൻ്റെ ജടയിൽ നിന്ന് ഉദ്ഭവിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ ജടയെ ഉൽപ്പാദിപ്പിച്ചിട്ട് അംബരീഷൻ നേരെ അയക്കുമ്പോൾ ആ അംബരീഷൻ നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി പോലും അനങ്ങിയില്ല എന്നാണ് പറയുന്നത്. ആ ശ്ലോകത്തിൽ പറയും, കൃത്യാം ചതാം അസിതരാം ഭുവനം ദഹന്തീം അഗ്രേ വിവീക്ഷ്യ നൃപതിർന പദാശ്ച കമ്പേ ത്വദ്ഭക്തപാദമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. എല്ലാം ദഹിപ്പിക്കാൻ ഉദ്യമിച്ചുകൊണ്ട് വരുന്ന ആ കൃത്യയെ മുൻപിൽ കണ്ടിട്ട് ഒരടി അനങ്ങിയില്ല അംബരീഷ രാജാവെന്നാണ്. അത്രയേറെ ഉറച്ച വിശ്വാസം ഭഗവാനിൽ ഈ അംബരീഷ രാജാവിനുണ്ടായിരുന്നു. തൻ്റെ മുൻപിലേക്ക് വരുന്ന ഏതൊരു വിപത്തിനെയും ആ ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ള ഉറപ്പായിരുന്നു അംബരീഷ രാജാവിനുണ്ടായിരുന്നു. ഭഗവാൻ തൻ്റെ സുദർശന ചക്രം അയച്ച് ആ ദുർവാസാവിനെ ഓടിക്കുകയാണ് ചെയ്തത്. ഏതായാലും ആരൊക്കെയാണോ ഭഗവാനെ ശരണാഗതി അടയുന്നത് അവരൊക്കെ ഭഗവാന്റെ സംരക്ഷണ വലയത്തിലായിരിക്കും എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ചിലയിടത്തെല്ലാം പരസ്യം എഴുതി വയ്ക്കാറില്ല, യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് പറയുന്നത് പോലെ ആ ഭക്തന്മാരൊക്കെ ഭഗവാന്റെ സംരക്ഷണ വലയത്തിലായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ത്വദ്ഭക്തോ ബാധ്യമാനോപുജ വിഷയരസൈരിന്ദ്രിയാശാന്തിഹേതോ ഭക്ത്യൈവാക്രമ്യമാണൈ പുനരപി ഖലു തൈർദുർബലൈർനാഭിജയ്യ സപ്താർച്ചിർദീപിതാർച്ചിർദഹതി കില യഥാ ഭൂരിദാരു പ്രപഞ്ചം ത്വദ്ഭക്ത്യോഗേ തദൈവ പ്രദഹതി ദുരിതം ദുർമദ ക്വേന്ദ്രിയാണം.